നമസ്കാരം. CPM പാർട്ടിയെ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വെട്ടിനിരത്തി അരികത്താക്കാൻ CPM സ്വതന്ത്ര രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നതായി വിവരങ്ങൾ പുറത്ത്. PV അൻവർ, KT ജലീൽ, കാരാട്ട് റസാഖ് കൂട്ടായ്മ ഇതിനായി ചരടുവലികൾ നടത്തുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും DGP അജിത് കുമാറിനുമെതിരെ PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പോലീസിലെ രഹസ്യ വിഭാഗം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കേരള പോലീസിലെ ഉന്നതരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നതായി അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ ഭരണപക്ഷ MLA താനും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു. ചില ഫോൺ കോളുകൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാംഗമായ MLA ഗുരുതരമായ ചട്ടലംഘനം കൂടിയാണ് ഇതോടെ നടത്തിയിരിക്കുന്നത്. CPM സ്വതന്ത്ര രാഷ്ട്രീയ കൂട്ടായ്മ ഗൂഢാലോചന നടത്തിയതിലേക്കാണ് ഇതൊക്കെ തന്നെയും വിരൽ ചൂണ്ടുന്നത്. മലബാറിൽ 3 സ്വതന്ത്രരിൽ നിന്നും CPMന് ഇന്ന് വരെ തിരിച്ചടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ മുൻ മന്ത്രി KT ജലീൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചതായി പ്രഖ്യാപനം നടത്തിയിരുന്നു. മുൻ MLA കാരാട്ട് റസാഖും ഈ കൂറുമുന്നണിയുടെ ഭാഗമായി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു. മറ്റൊരു സ്വതന്ത്രനായ നടൻ മുകേഷിനെതിരെയുണ്ടായ ലൈംഗികാരോപണ കേസുകൾ CPMന് കനത്ത പ്രഹരം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുകേഷ് വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ വിയർക്കുന്ന അവസ്ഥയാണ്. തങ്ങൾക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ സ്വതന്ത്രരെ ആശ്രയിക്കേണ്ടി വന്നതിന്റെ ഗതികേടിൽ CPMന് തെറ്റുപറ്റിയെന്നാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ആലപ്പുഴയിൽ സ്വതന്ത്ര MP ആയിരുന്ന ഡോക്ടർ KS മനോജ് മതവിശ്വാസത്തിന് CPM എതിരാണ് എന്നാരോപിച്ച് ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു. മതാചാരങ്ങൾ പിന്തുടരുന്നതിനുള്ള നിയന്ത്രണം പാർട്ടി നീക്കുന്നത് മനോജ് വിഷയത്തോടെയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ സ്വതന്ത്ര MLA ആയിരുന്ന അൽഫോൻസ് കണ്ണന്താനം ടേം കഴിഞ്ഞപാടെ BJPയിലേക്ക് ചേക്കേറി. PTA റഹീമിനെ ആവട്ടെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ പിന്തുണച്ചുവെങ്കിലും CPMന്റെ ഭാഗമാകാതെ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി. മഞ്ഞളാംകുഴി അലി ആകട്ടെ മുസ്ലിം ലീഗിൽ ചേർന്നു, പിന്നീട് മന്ത്രിയായി മാറി. KPCC മുൻ അംഗം V അബ്ദുറഹ്മാനെ മന്ത്രിയാക്കിയ ശേഷം ഈയിടെയാണ് പാർട്ടി അംഗത്വം നൽകുന്നത്. കോൺഗ്രസിൽ നിന്നെത്തിയ PV ശ്രീനിജനെ ഇനിയും പാർട്ടിക്കാരനാക്കാതെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തതിനാൽ തള്ളി നിർത്തിയിരിക്കുകയാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പിടി സ്വതന്ത്രർ വന്നുപോയെങ്കിലും ആരെയും പൂർണ്ണമായി പാർട്ടിക്കൊപ്പം എത്തിക്കാൻ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന PK ഗുരുദാസിന് പകരം കൊല്ലത്ത് കണ്ടെത്തിയ മുകേഷ് 2 തവണ MLA ആയിട്ടും പാർട്ടി അംഗമാക്കാൻ CPMന് ധൈര്യമില്ല. പാർട്ടി രീതികളൊന്നും തന്നെ പിന്തുടരാതെ മുകേഷിനെ CPM ലോക്സഭാ മത്സരത്തിനും ആശ്രയിക്കേണ്ടി വന്നു. മുകേഷിന്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു 100 ബക്കറ്റ് വെള്ളത്തിൽ മുക്കിവെച്ച് വിമ്മും സർഫും ഒക്കെ ഇട്ട് സോപ്പും തേച്ച് കുളിപ്പിച്ചാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന അപവാദ കഥകളുടെ അഴുക്ക് മാറ്റാനോ മത്സര രംഗത്തേക്ക് തിരിച്ചിറക്കാനോ ആവില്ല. CPM ജില്ലാ നേതൃത്വം അതിന് അനുവദിക്കുകയുമില്ല. തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിലും സ്വാധീനത്തിലും CPM തങ്ങൾക്ക് നൽകിയതാണ് സീറ്റ് എന്നാണ് പരോക്ഷമായി ജലീലും കാരാട്ട് റസാഖും അൻവറുമൊക്കെ കരുതുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. സത്യത്തിൽ CPM വെച്ചു നീട്ടിയതാണ് എങ്കിലും ഇപ്പോഴത്തെ നിലപാടുകളെല്ലാം നേരെ മറിച്ചായിരിക്കുന്നു. CPM പാല് കൊടുത്ത് വളർത്തിയവർ തിരിഞ്ഞുകൊത്തുകയാണ്. അത് സമ്മതിച്ചു കൊടുക്കേണ്ട നിസ്സഹായ അവസ്ഥയിലും ഗതികേടിലുമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ചുമതലയിലുള്ള സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള PV അൻവറിന്റെ ബോംബേറ്. ഇതാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് പോലീസ് രഹസ്യ വിഭാഗം പോലും സംശയിക്കുന്നത്. അൻവറിന്റെ ആരോപണങ്ങൾ ഏകപക്ഷ സ്വഭാവമുള്ളതും ചില ഉന്നതരെ ഉന്നം വെച്ചുകൊണ്ടുള്ള വേട്ടയാടലും അറിഞ്ഞോ അറിയാതെയോ പിണറായി സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ളതുമാണെന്നാണ് പോലീസിന്റെ രഹസ്യ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന സംശയം സർക്കാരിൽ ബലപ്പെട്ടിരിക്കുന്നു. ADGPക്കും മുൻപ് മലപ്പുറം SP ആയിരുന്ന ഇപ്പോഴത്തെ പത്തനംതിട്ട SPക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും പുറമെ കേരളത്തിലെ തലമുതിർന്ന മാധ്യമ പ്രവർത്തകൻ മറുനാടൻ മലയാളി ചീഫ് സാജൻ സ്കറിയയുമാണ് PV അൻവർ MLA പ്രധാനമായും ഉന്നം വെച്ചിരുന്നത്. അജിത് കുമാർ ഷാജൻ സ്കറിയയെ സഹായിച്ചുവെന്ന തെറ്റിദ്ധാരണയാണ് ഷാജനെ കൂടി സർക്കാരിനെതിരെ ലക്ഷ്യം വെച്ച അജണ്ടയിൽ PV അൻവർ തുന്നിച്ചേർത്തത്.